എനിക്കിപ്പോൾ മൂന്നാമത്തെ പ്രോജക്റ്റാണ് ആൾ ചെയ്യുന്നത്. എൻ്റെ പേര് ജോസ് പോൾ. ഞാൻ തൃശ്ശൂർക്കാരനാണ്. പക്ഷേ എൻ്റെ ബിസിനസ്സൊക്കെ ട്രിവാൻഡ്രത്ത് നെയ്യാറ്റിങ്കര തൃശ്ശൂർ ഫാഷൻ ജ്വല്ലറിയാണ്. കുറച്ച് ബിൽഡിങ്ങൊക്കെ പണിത് വാടകയ്ക്ക് കൊടുക്കണ കാര്യം കൂടി ഉണ്ട്. മനോജായിട്ട് ഏകദേശം ഒരു 12 വർഷത്തെ എൻ്റെ പരിചയമുണ്ട്. അത് ഇപ്പോൾ ഇതിനു മുമ്പ് വേറെ ഒരു പ്രോജക്റ്റ് 2016 ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ റീസെൻ്റായിട്ട് ഇപ്പോൾ ചെയ്യണത് അത് മൂന്നാമത്തെ പ്രോജക്റ്റാണ്. അതായത് നമ്മുടെ ആദ്യത്തെ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പണിത് ഒരു 3 മാസം കഴിയുമ്പോഴേക്കും അതൊരു ജ്വല്ലറി വന്ന് അവർ അത് ഏറ്റെടുത്തു. അപ്പോൾ അവർ ഇപ്പോൾ 2 ഫ്ലോറും ജ്വല്ലറിയാണ് ഇപ്പോൾ നടക്കുന്നത്. അത് അവർക്ക് ആ കൺസ്ട്രക്ഷൻ അവർക്ക് ഇഷ്ടപ്പെട്ടു. അവർക്ക് അതിൽ ഹാപ്പി ആയതുകൊണ്ടാണ് അവർ ജ്വല്ലറി നല്ല രീതിയിലുള്ള ഒരു ഫേമാണ് അവിടെ ഇപ്പോൾ നടക്കുന്നത്. അത് ആളുടെ ഒരു കഴിവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളെ സംബന്ധിച്ചോളം മെയിൻ സെൻറ്ററിലാണ് ഈ സ്ഥലം ഇരിക്കുന്നത്. പക്ഷേ നമ്മൾക്ക് ഏകദേശം ഒരു 30-32 അടിയാണ് വീതിയുള്ളൂ. ഇതിന് പാർക്കിങ് നമ്മൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ആളുടെ ഒരു നിറവുകൊണ്ടാണ് ആ പാർക്കിങ്ങൊക്കെ വളരെ നല്ല രീതിയിൽ ആൾ ഡിസൈൻ ചെയ്ത് ബാക്കിൽ അതിന് ലിഫ്റ്റ് കൊടുക്കാവുന്ന രീതിയിലും ഈ 3 നിലയ്ക്കും നമുക്ക് കൊമേഴ്ഷ്യലായിട്ട് കിട്ടാവുന്ന രീതിയിൽ ആൾ അത് പെർമിറ്റ് എടുത്തു തന്നു. അത് പണിയാൻ അതിനേലും വലിയ ടാസ്ക്കായിട്ടാണ് ആൾ ചെയ്തത്. കാരണം പക്ഷേ നല്ല മഴയുള്ള സമയമായിരുന്നു. പിന്നെ അതുപോലെ ഇതിൽ നമ്മൾക്ക് സ്ഥലപരിമിതികളുണ്ടായിരുന്നു. ആ പരിമിതികളിൽ വെച്ച് ആൾ വളരെ എഫേർട്ട് എടുത്തിട്ടാണ് ഈ പ്രോജക്റ്റ് ആൾ സ്റ്റാർട്ട് ചെയ്ത് തന്നെ ചെയ്യണ. നമ്മൾ കൊടുക്കണ മൂല്യത്തിനുള്ള വർക്ക് എന്തായാലും ആൾ അത് എനിക്കത് വെർത്തായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതിൻ്റെ ഓണർ മിസ്റ്റർ ജോസ് പോൾ, ആളുടെ 3ാമത്തെ പ്രൊജക്റ്റാണ് ഞാൻ ചെയ്യുന്നത്. ഈ പ്രൊജക്റ്റ് ഇപ്പോൾ ഈസ്റ്റ് ഫോർട്ടിൻ്റെ ജംഗ്ഷനിൽ തന്നെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ബിൽഡിംഗ് പണിയാണെങ്കിൽ ഇപ്പോൾ റെൻ്റ് ഔട്ട് ചെയ്യുന്നവർക്ക് വളരെ എളുപ്പമാണ്. ഈവൺ ഒരു ബിസിനസ് സെൽഫായിട്ട് ചെയ്യുകയാണെങ്കിലും ഇവിടെ പൊട്ടൻഷ്യലുള്ള ഒരു ഏരിയയാണത്. നമ്മളിപ്പോൾ ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് മൾട്ടിപ്പിളായിട്ടോ അല്ലെങ്കിൽ സിംഗിളായിട്ടോ റെൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലാണ്. അതിനുവേണ്ടി കോമൺ സ്റ്റെയർ 2 സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് 4 അടി വീതിയിൽ. അതേപോലെ ലിഫ്റ്റ് 6 പാസഞ്ചർ ലിഫ്റ്റ് ഉണ്ട്. അണ്ടർഗ്രൗണ്ട് പാർക്കിങ്. പക്ഷെ വീതി കുറവാണെങ്കിലും താഴെ ഞങ്ങൾ അണ്ടർഗ്രൗണ്ട് ചെയ്യുമ്പോൾ റാമ്പിനെ മൊത്തം സ്ലോപ്പ് ചെയ്തുകൊണ്ട് ഒരേ ഗ്രേഡിയൻറ്റിൽ അവസാനം വരെ എത്തിച്ചു. അതിനിപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം മെക്കാനിക്കൽ പാർക്കിങ്ങിൻ്റെ മുകൾ ഭാഗമാണ്. ഈ മെക്കാനിക്കൽ പാർക്കിങ്ങിന് കിട്ടാൻ വേണ്ടി ടോപ്പ് തൊട്ട് ബോട്ടം വരെ ഒരേ ഗ്രേഡിയൻറ്റിൽ ആ സ്ലോപ്പ്, അതായത് ബിൽഡിംഗ് റൂളിൻ്റെ അനുസരിച്ചുള്ള സ്ലോപ്പ് കൊടുത്തുകൊണ്ട് അവസാനം വരെ കൊണ്ടു ചെന്ന് എത്തിച്ചു. അപ്പോൾ ആ ഹൈറ്റാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഇവിടെ 43 സെൻറ്റിമീറ്റർ ഗ്രൗണ്ട് ഫ്ലോർ എലിവേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ മാത്രമാണ് 2 നിലകളിലായിട്ട് മെക്കാനിക്കൽ പാർക്കിംഗ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ അടുത്തൊരു ഫ്ലോർ വരുമ്പോൾ, ഫസ്റ്റ് ഫ്ലോറിൽ വരുമ്പോൾ ഇത്രയും ഹൈറ്റ് ഇവിടെ കുറയും. ആ ഹൈറ്റ് കുറയുന്നത് ആ ഭാഗം ടോയ്ലറ്റ് ബ്ലോക്കാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ പ്ലോട്ടിനോട് ചേർന്ന് 2 സൈഡിലും വളരെ നിയറസ്റ്റ് ആയിട്ട് 2 അടി 1.5 അടി വിട്ടിട്ടാണ് 2 സൈഡിലും അഡ്ജസ്റ്റൻ്റ് ബിൽഡിങ്സ് സിറ്റുവേറ്റ് ചെയ്യണത്. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയൊരു ടാസ്ക് കോളത്തിൻ്റെ ഫൗണ്ടേഷൻ എടുക്കുമ്പോൾ ഈ 1 മീറ്ററിലേക്ക് ഞങ്ങൾക്ക് എടുക്കാൻ സാധിക്കില്ല. ബിൽഡിംഗ് പണിയാൻ കൊടുക്കുമ്പോൾ നമ്മൾ അവിടെ സ്ഥലത്തില്ലെങ്കിലും ആളെ സംബന്ധിച്ചോളം അത് ഞാനില്ലാത്ത ആ ഒരു അപാകത അവിടെ വരാറില്ല. ആളെ ഫുള്ളായിട്ട് നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിച്ചേക്കണം. പലരും കോമ്പറ്റ് ചെയ്തിട്ട് കുറഞ്ഞ റേറ്റിൽ ചെയ്യാമെന്ന് പറയും. അത് അതിൻ്റെതായ കുറവുകൾ അവിടെ ഉണ്ടാവും. ഇതിൽ അത് നമ്മൾക്ക് 100% വിശ്വസിച്ച് ആൾക്ക് കൊടുക്കാം.